ഞങ്ങളുടെ ഓണ സമയത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ വ്യത്യസ്തയും പൂക്കളൊക്കെ ഇടാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു കുട്ടി കുട്ടി ഫൈറ്റ് അത്രേ ഉള്ളൂ. മെച്ചുവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ വോട്ടെവർ എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അനീഷിന് ചില സമയത്ത് അനീഷിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അനീഷിന് ഇഷ്ടമല്ല. അനീഷിൻ്റെ അടുത്ത് അത് ചെയ്യാമോ, അത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ഓക്കെ, അതാണ് നമ്മുടെ ഷാനവാസ് ഹാൻഡിൽ ചെയ്യുന്ന രീതി. പക്ഷെ അത് പോയി ചെയ്യും താൻ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിന് ദേഷ്യം വരും. അപ്പോൾ പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ചെരുപ്പിട്ടിട്ട് വന്നു. മോർണിംഗ് ഫൈറ്റ് ആണ്. അപ്പോൾ അപ്പാനെയും ആര്യനെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആൾക്ക് മനസ്സിലായി അത് ചെരുപ്പിടാൻ പാടില്ല എന്നുള്ളത്. ചെരുപ്പ് മാറ്റിയിട്ടിട്ട് പുള്ളി വന്നെങ്കിലും പുള്ളിക്ക് ആ പറഞ്ഞതിൻ്റെ ഒരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. കാരണം നിങ്ങളും ചെരുപ്പിട്ടല്ലേ നിന്നിരുന്ന ആദ്യം എന്നൊക്കെയുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീഷിന് മനസ്സിലായ തെറ്റാന്ന്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു റൂളിങ് രീതിയിൽ പറഞ്ഞപ്പോൾ ആൾക്ക് അത് ഇഷ്ടമായില്ല. അതേപോലെ അനീഷ് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, പിള്ളേർ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ ആ ഫസ്റ്റ് അറ്റത്തെ കോർണറിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ഇയാളുടെ സീറ്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് സീറ്റ് അതിലെന്നെ കുറെ അപ്പുറം ഇരിക്കുകയും അപമാനിക്കുകയാണ്, എനിക്ക് അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം. ബിഗ് ബോസ് അവസാനം പറഞ്ഞു അവിടെ ആർക്കും അങ്ങനെ പർട്ടിക്കുലർ സീറ്റും കാര്യങ്ങളൊന്നുമില്ല, എവിടെയെങ്കിലൊക്കെ ഇരുന്നാൽ അത്രയും നല്ലത്. ബിഗ് ബോസ് വിളിക്കുമ്പോൾ ആ വിളിയേക്ക് ആ ലിവിംഗ് റൂമിൽ എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ആദ്യം പോയിട്ട് പുള്ളി വന്നിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു ഇതെൻ്റെ അഭിമാന നിമിഷമാണെന്ന് പറഞ്ഞു. അതിന് ടാസ്ക് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നെയും അതിൽ നൂറ് റിപ്പീറ്റ് അറ്റ് ദ സെയിം സിറ്റുവേഷൻ. അപ്പോൾ തന്നെ അപമാനിക്കുന്നത് തുല്യമാണ്. എവിടെയെങ്കിലും പോയി ഇരിക്കാൻ വേണ്ടി ആൾ ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ സീറ്റ് ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനും ക്യാപ്റ്റനും എല്ലാവരും കൂടി ആളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ഭാഷയാണ്. കാരണം അനീഷിനെ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ അത്രയുള്ള സീറ്റിൽ എവിടെയെങ്കിലും ഇരിക്കുക അത്രേ ഉള്ളൂ. അല്ലാതെ അറ്റത്ത് തന്നെ ഇരിക്കണം, ഇത് എൻ്റെ സീറ്റാണെന്ന് പറയാനായിട്ട് നമ്മളാരും ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്നല്ലോ. അവിടുത്തെ പ്രോപ്പർട്ടികളൊക്കെ അവരുടെ തന്നെയല്ലേ. അപ്പം അങ്ങനെ അനീഷിൻ്റെ ചെറിയൊരു മുറുമുറുപ്പും അല്ലെങ്കിൽ ചെറിയൊരു കുട്ടി വാശിപ്പിടുത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു അടി ഇപ്പം കഴിഞ്ഞുള്ളൂ.